പരിമിതികളെ പ്രതിഭ കൊണ്ട് തോൽപ്പിച്ച ഒരു കൂട്ടം കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. അവർ തൃശ്ശൂരിൽ നിന്നുള്ളവരാണ്. വൈകല്യങ്ങൾ ശരീരത്തിനാണ്, മനസ്സിലെ കലാവാസനയ്ക്കല്ല എന്ന് തെളിയിക്കുകയാണ് തൃശ്ശൂരിലെ ടീം പൂമ്പാറ്റ എന്ന ഭിന്നശേഷിക്കാരുടെ ഈ സവിശേഷ കലാക്കൂട്ടായ്മ. പരിമിതികളെ കാറ്റിൽ പറത്തി കൈകളിൽ കോലുകളേന്തി അവർ തീർക്കുന്ന താളം വെറുമൊരു മേളമല്ല, മറിച്ച് വലിയൊരു അതിജീവനത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. തൃശ്ശൂരിലെ പൂരപ്രദർശന വേദിയിലെ ടീം പൂമ്പാറ്റയുടെ ശിങ്കാരിമേളം ശ്രദ്ധേയമാവുകയാണ്. ചെണ്ടമേളത്തിന്റെ ഈറ്റില്ലമായ തൃശ്ശൂരിന്റെ മണ്ണിൽ പുതിയൊരു താളചരിത്രം കുറിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. ശാരീരിക മാനസിക വെല്ലുവിളികളെ അതിജീവിച്ച തനതായ ശിങ്കാരിമേളത്തിലൂടെ സാംസ്കാരിക വേദികളിൽ തരംഗമായി മാറിയ ടീം പൂമ്പാറ്റ എന്ന ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മ ഇന്ന് ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. തൃശ്ശൂരിലെ പൂരപ്രദർശന വേദിയിലും ചെണ്ടമേളം അവതരിപ്പിച്ച് കയ്യടി നേടുകയാണ് ഈ കഴിവുറ്റ കലാകാരന്മാർ. പെപ്പിൻ ജോർജ് എന്ന കലാകാരന്റെ നേതൃത്വത്തിലാണ് ഇവരുടെ പരിശീലനങ്ങൾ നടക്കുന്നത്. നിലവിൽ 101 അംഗങ്ങളുള്ള ടീം വിപുലീകരിച്ച കൂടുതൽ മികവോടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമെന്ന് പെപ്പിൻ ജോർജ് പറയുന്നു. സമൂഹത്തിൽ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ടീം പൂമ്പാറ്റ. നമ്മൾ ഒരു 2018 നമ്മൾ 261 പേരുടെ മെഗാ ഗിന്നസ് ശിങ്കാരിമേളം വടക്കുന്നാഥിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ 101 പേരുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലവൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തൃശ്ശൂരും തൊട്ടടുത്ത പരിസര പ്രദേശത്തുള്ള ആളുകളെ മാത്രം വിളിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു ടീം സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 മാസം മുപ്പാടാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രാക്ടീസൊക്കെ തുടങ്ങിയത്. ഇനി നമ്മൾ ഒരു 500ഓളം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ടീമിനാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. കലാകൂട്ടായ്മയിലൂടെ ഭിന്നശേഷി ഉന്നമനവും സൗഹൃദവുമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും തങ്ങൾക്ക് വലിയ ആവേശമാണ് ഈ കലാകാരന്മാരുടെ കൂട്ടമെന്നും ഭിന്നശേഷി കലാകാരന്മാരും പറയുന്നു. കലാകൂട്ടായ്മയിലൂടെ ഭിന്നശേഷി ഉന്നമനവും സൗഹൃദവും സാംസ്കാരികമായിട്ടുള്ള ഒരു ഉന്നമനമാണ് ലക്ഷ്യമാക്കുന്നത്. ഈ കേൾക്കുന്ന താളത്തിന് സാധാരണ മേളങ്ങളെക്കാൾ ഒരൽപ്പം ഒച്ചയും ദൃഢതയും കൂടുതലാണ്. കാരണം ഇത് പ്രതിസന്ധികളോട് പോരാടി നേടിയെടുത്ത ഒരു അതിജീവനത്തിന്റെ താളമാണ്. അമൃത ന്യൂസ്, തൃശ്ശൂർ.